നേട്ടത്തിന്റെ സുവർണ മാതൃക രചിച്ച് ജോയ്സിയും വെച്ചുച്ചിറ ക്ഷീരസംഘവും. കഴിഞ്ഞ 34 വർഷത്തിനിടെ അഭിമാനകരമായ നിരവധി നേട്ടങ്ങളും അവാർഡുകളും വാരിക്കൂട്ടിയ പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറ ക്ഷീരസംഘത്തിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ രേഖപ്പെടുത്തുവാൻ ഇതാ മറ്റൊരു സുവർണ നേട്ടം കൂടി. 2024-2025 വർഷത്തെ ക്ഷീരവകുപ്പിന്റെ സംസ്ഥാനത്തെ മികച്ച സെക്രട്ടറിക്കുള്ള അവാർഡ് വെച്ചുച്ചിറ ആപ്കോസിന്റെ സെക്രട്ടറി ആഞ്ഞിലിമുട്ടിൽ ജോയ്സി പി ജോൺ കരസ്ഥമാക്കി. ക്ഷീരകർഷകരുടെയും സംഘത്തിന്റെയും ക്ഷേമത്തിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ജോയ്സിയെ അവാർഡിന് അർഹയാക്കിയത്. ജോയ്സി പി ജോൺ കഴിഞ്ഞ 28 വർഷമായി സംഘത്തിൽ ജോലി ചെയ്തു വരുന്നു. സംഘം സെക്രട്ടറിയായിട്ട് 13 വർഷവും പിന്നിടുന്നു. കഴിഞ്ഞ ദിവസം ക്ഷീരവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വെച്ച് ജോയ്സി പി ജോണിന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവാർഡ് സമ്മാനിച്ചു. സംസ്ഥാനത്തെ മികച്ച ക്ഷീരസംഘം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ ജോയ്സി പി ജോൺ, വെച്ചുച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം, പത്തനംതിട്ട ജില്ല, റാന്നി ബ്ലോക്ക്. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ജോയ്സി പി ജോണിനെ സാദരം ക്ഷണിക്കുന്നു. ആയിരത്തി 1991 തുടക്കമിട്ട റാന്നി ബ്ലോക്കിലെ ഒരു ക്ഷീരസംഘമാണ് വെച്ചുച്ചിറ ആപ്കോസ്. 3.5 പതിറ്റാണ്ടിനിടെ ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2015-2016 വർഷത്തെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 2023-2024 വർഷത്തെ മികച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ്, തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ മികച്ച ക്ഷീരസംഘം എന്നീ അവാർഡുകൾ ചില ഉദാഹരണങ്ങൾ മാത്രം. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ നൽകുന്ന സംഘം എന്ന ബഹുമതി വർഷങ്ങളായി വെച്ചുച്ചിറ ക്ഷീരസംഘത്തിന്റെ കുത്തകയാണ്. 260 കർഷകരിൽ നിന്നായി പ്രതിദിനം 3600 ലിറ്റർ പാൽ സംഭരിക്കുന്നുണ്ട്. സംഘം പ്രസിഡന്റ് ജേക്കബ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ സമിതിയാണ് നിലവിൽ ഭരണനിർവഹണം. സംഘത്തിൽ 5 ജീവനക്കാരുണ്ട്. ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനും സംഘത്തിന്റെ ക്ഷേമത്തിനുമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ജോയ്സിയെ അവാർഡിന് അർഹയാക്കിയത്. ആഞ്ഞിലിമുട്ടിൽ ബിജോ ജോണാണ് ജോയ്സിയുടെ ഭർത്താവ്. 2 മക്കൾ, റോഹൻ ബിജോ ഫിലിപ്പ്, നോഹൻ ബിജോ ജോൺ. ITV ന്യൂസ് ശ്രീമതി ജോയ്സി പി ജോണിന്റെയും വെച്ചുച്ചിറ ക്ഷീരസംഘത്തിന്റെയും ഈ നേട്ടത്തിന്റെ വാർത്ത നൽകുവാൻ കാരണം ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ്. ജീവിക്കുവാൻ മറ്റു മാർഗമില്ല, തൊഴിലില്ല, ജീവിതം വഴിമുട്ടി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വെച്ചുച്ചിറ ക്ഷീരസംഘത്തിന്റെയും അതിന്റെ സെക്രട്ടറിയുടെയും പ്രവർത്തനങ്ങൾ മാതൃകയാക്കാവുന്നതാണ്. ഏതാണ്ട് 15 ലക്ഷം രൂപ വരെ ക്ഷീരകർഷകർക്ക് പാൽവിലയായി ഓരോ ആഴ്ചയിലും സംഘത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നു. ഈ പണം വെച്ചുച്ചിറ മാർക്കറ്റിൽ വലിയൊരു ഉണർവ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ക്ഷീരകർഷകരിൽ നല്ലൊരു പങ്കും വനിതകളാണ്. പാലുൽപാദനത്തിലൂടെ അവർക്ക് മറ്റാരെയും ആശ്രയിക്കാതെ ഉപജീവനം നടത്തുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും സാധിക്കുന്നു. ഇപ്രകാരം കഷ്ടപ്പെട്ട് മക്കളെ ഉന്നത നിലയിലെത്തിച്ച നിരവധി മാതാപിതാക്കൾ ഈ സംഘത്തിൽ തന്നെയുണ്ട്. സംഘത്തെപ്പറ്റി സംഘം പ്രസിഡന്റും സെക്രട്ടറിയും പറയുന്നത് കേൾക്കുക. 1991 ആരംഭിച്ച് അന്നു മുതൽ കർഷകരുടെ നല്ലൊരു ഇടപെടലിന്റെ ഭാഗമായിട്ട് വെച്ചുച്ചിറ ക്ഷീരസംഘം ജില്ലയിലെ 1ാമത്തെ സംഘമായി മാറുവാനായിട്ട് സാധിച്ചു. അതിന്റെ ഭാഗമാണ് ഇതിന് കിട്ടുന്ന അവാർഡുകളും വെച്ചുച്ചിറയിൽ തന്നെ ചെലവാക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ പണം മുഴുവൻ ഇവിടുത്തെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തുന്നുണ്ട്. കാരണം പാലിളക്കാത്തവർക്കും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും. മാർക്കറ്റിലാണേലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെയും നല്ല രീതിയിൽ അത് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഘത്തിൽ പാലളന്ന് കുട്ടികളെ വളർത്തി MBBS പാസ്സാക്കി ഡോക്ടർമാരായ 2 കർഷകർ കൂടെ വന്നപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും ഒരു തരത്തിലും വെച്ചുച്ചിറയിലെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട യാതൊരു സാഹചര്യം ഉണ്ടായില്ല. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് വെച്ചുച്ചിറ സംഘത്തിനുള്ളത്. ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഭരണസമിതിയുടെ ഭാഗത്തും എല്ലാവരെയും അവരെ എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും അവരുടെ വീടുകളിലെത്തി അവരുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെയും പരിഹരിക്കുന്ന ഒരു ഇടപെടലുണ്ടായിട്ടുണ്ട്. 1191 അംഗങ്ങൾ ഇപ്പോൾ സംഘത്തിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇതിൽ 280 അംഗങ്ങൾ സ്ഥിരമായി സംഘത്തിൽ പാൽ നൽകുന്നു. അതോടൊപ്പം അവരിൽ നിന്നായി 3800 ലിറ്റർ പാൽ നമ്മളിപ്പോൾ സംഭരിച്ചു വരുന്നു. നിലവാരത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഡയറി ലാബിൽ നിന്ന് ലഭിച്ച എക്യുപ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ കൃത്യത ഉറപ്പുവരുത്തി അനലൈസർ, മിൽക്കോ ടെസ്റ്റർ, ഗാർബർ ടെസ്റ്റ് എന്നിവയുടെ സഹായത്തോടുകൂടി എന്നിവയാണ് വില നിശ്ചയിക്കുന്നതിന് വേണ്ടി സംഘത്തിൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നൽകുന്നതിന് വേണ്ടി ഭരണസമിതി കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുദ്രാ ലോൺ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് പശുവിനെ വാങ്ങുന്നതിന് വേണ്ടി സംഘത്തിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് ചികിത്സാ ധനസഹായം, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, അതോടൊപ്പം ഇൻഷുറൻസിന് സബ്സിഡി, കർഷകരുടെ ഇൻഷുറൻസിന് കന്നുകാലിയുടെ ഇൻഷുറൻസ് എന്നീ 2 വഴിക്കും സബ്സിഡികൾ എന്നിവ സംഘത്തിൽ നൽകുന്നു. സംഘത്തിൽ നിന്ന് കർഷകർക്ക് 1 ലിറ്റർ പാലിന് 1 രൂപ ക്രമത്തിൽ അധിക പാൽവില എക്സസ് മിൽക്ക്
മിൽക്ക് വാല്യൂ ക്ഷീരവികസനവകുപ്പിന്റെ അംഗീകാരത്തോടുകൂടി നമ്മൾ നൽകുന്നു. അതോടൊപ്പം കർഷകർക്ക് ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക് MRP-യേക്കാൾ 85 രൂപ വില കുറച്ച് നമ്മൾ നൽകുന്നു. അത് ക്ഷീരവികസനവകുപ്പിന്റെ അംഗീകാരത്തോടുകൂടിയാണ് നൽകുന്നത്. ക്ഷീരവികസനവകുപ്പിന് 2016-17 വർഷത്തെ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡിന് സംഘത്തെ തെരഞ്ഞെടുത്തു. അതോടൊപ്പം മേഖലകളിലെ ഏറ്റവും മികച്ച സംഘമായിട്ടും ജില്ലയിലെ മികച്ച സംഘമായിട്ടും നാളുകളായി പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം 25/11/2021 ചാർജ് എടുത്ത് ഭരണസമിതിയാണ് ഇപ്പോൾ സംഘത്തിൽ ഉള്ളത്. സംഘത്തിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ നാൾ തൊട്ട് ഇന്ന് വരെയും എയിൽ തുടരുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തോടുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും വെച്ചുച്ചിറ ക്ഷീരസംഘം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവർക്കും തൊഴിലുമാകും, ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ നാം സ്വയം പര്യാപ്തരുമാകും. കേരള ബാങ്ക്, സഹകരണ ബാങ്ക്, കാർഷിക വികസന ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ കർഷകർക്ക് പശുക്കളെ വാങ്ങുന്നതിനുൾപ്പെടെയുള്ള വായ്പകൾ സബ്സിഡിയോടെ നൽകുകയും അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുവാനുള്ള മാർഗമുണ്ടാക്കിയാൽ വെച്ചുച്ചിറ ക്ഷീരസംഘത്തിന്റെ ആ സുവർണ മാതൃക നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും വ്യാപിപ്പിക്കുവാൻ സാധിക്കും. അമ്മമാരുടെ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുകയും ചെയ്യും. അവാർഡിനർഹയായ ജോയ്സി പി ജോണിനും വെച്ചുച്ചിറ ക്ഷീരസംഘത്തിനും i2i ന്യൂസിന്റെ ആശംസകൾ, അഭിനന്ദനങ്ങൾ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.